ഗതാഗത നിയമ ലംഘനത്തിനുള്ള പിഴ അടയ്ക്കാനുണ്ടോ? എന്നാൽ ഇതൊന്ന് കേട്ടോ. പിഴ കോടതിക്ക് കൈമാറുന്നതിന് മുൻപ് അടച്ചാൽ ഇനി പണം ലാഭിക്കാം. കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച പിഴ പകുതിയായി കുറച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ നൽകിയ ഇളവിപ്പോൾ കോടതികൾ നൽകുന്നില്ല. കേന്ദ്രം നിശ്ചയിച്ച പരമാവധി പിഴ തന്നെ കോടതിയിൽ നൽകേണ്ടി വരും. സംസ്ഥാന സർക്കാരിന്റെ തീരുമാനപ്രകാരമുള്ള കുറഞ്ഞ തുക കോടതികൾ ഈടാക്കിയിരുന്നെങ്കിലും ഇപ്പോൾ കേന്ദ്രം നിശ്ചയിച്ച ഉയർന്ന പിഴയാണ് ഈടാക്കുന്നത്. പിഴ ഈടാക്കി കേസ് തീർപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ അധികാരം ഉപയോഗിച്ച് 2019 പിഴത്തുക കുറച്ചത്. എന്നാൽ ഈ ഉത്തരവ് പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനും മാത്രം ബാധകമായതിനാലാണ് കോടതികൾ ഉയർന്ന പിഴ ചുമത്തുന്നത്. സീറ്റ് ബെൽറ്റ്, ഹെൽമെറ്റ് എന്നിവ ഉപയോഗിക്കാതിരിക്കുന്നതിന് 500 രൂപയാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും ചുമത്തുന്നത്. കേസ് കോടതിയിലെത്തുമ്പോൾ 1000 രൂപ ചുമത്തിയേക്കാം. അതിവേഗം ആദ്യമായി പിടിക്കപ്പെട്ട ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് 2000 രൂപയാണ് കേന്ദ്രം നിശ്ചയിച്ചത്. ഇത് 1500 രൂപയാവും മീഡിയം ഹെവി വാഹനങ്ങൾക്ക്. 2000 മുതൽ 4000 രൂപ എന്നത് 3000 രൂപയായും സർക്കാർ കുറച്ചിട്ടുണ്ട്. ഈ ഇളവുകളൊന്നും കോടതിയിൽ കിട്ടില്ല. ഗതാഗത നിയമലംഘന കേസുകൾ 90 ദിവസത്തിനുള്ളിൽ കോടതിക്ക് കൈമാറണമെന്നാണ് വ്യവസ്ഥ. പരിവാഹൻ വെബ്സൈറ്റിൽ വാഹനത്തിന്റെ നമ്പർ നൽകിയാൽ പിഴയുണ്ടെങ്കിൽ അറിയാനാവും. ആ ഘട്ടത്തിൽ ഓൺലൈൻ പിഴയടച്ചാൽ സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച തുക നൽകിയാൽ മതിയാവും. ഗതാഗത നിയമലംഘന കേസുകൾ ആദ്യമായി വെർച്വൽ കോടതിക്കാണ് കൈമാറുന്നത്. ഈ ഘട്ടത്തിലാണ് പിഴ നിശ്ചയിക്കുന്നത്. പിന്നീട് ഇവ ജില്ലകളിൽ പ്രത്യേകം നിശ്ചയിച്ച് CJM കോടതികൾക്ക് നൽകും. ഗുരുതരമായ ലംഘനങ്ങൾ നേരിട്ട് CJM കോടതിക്കും കൈമാറാറുണ്ട്.